Hi friends, welcome to Bin's Cuisine. ഡൽഹിയിലെ മെഹ്റോളിയിൽ കുത്തുബ് കോംപ്ലക്സിലെ ഹിസ്റ്റോറിക്കലിയും ആർക്കിടെക്റ്റലിയും ഇമ്പോർട്ടൻ്റ് ആയ പല കൺസ്ട്രക്ഷൻസിൽ ഒന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുന്നത് സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി 1315 കൺസ്ട്രക്ട് ചെയ്ത മദ്രസയും പിന്നെ അതിനോട് ചേർന്ന് അദ്ദേഹത്തിന്റെ ടൂമും ഉണ്ട്. രണ്ടും ഒരുമിച്ച് വരുന്നതിനാൽ ഇതിനെ മദ്രസ ടൂം കോംപ്ലക്സ് എന്ന് വിളിക്കുന്നു. ഇതാണ് സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി ബിൽഡ് ചെയ്ത മദ്രസ. ഈ മദ്രസയ്ക്ക് ഡോം ഒക്കെ ഉണ്ട്. ഡൽഹി സുൽത്താനേറ്റിലെ ഖിൽജി ഡൈനാസ്റ്റിയിലെ രണ്ടാമത്തെ രാജാവാണ് സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി. ഇസ്ലാമിക് മതപഠനത്തിന്റെ ഒരു സെന്റർ ആയിട്ടാണ് ഈ ഒരു മദ്രസ അന്ന് ബിൽഡ് ചെയ്തത്. ഏർലി 14th സെഞ്ചുറിയിൽ അലാവുദ്ദീൻ ഖിൽജി മരണപ്പെടുന്നതിന്റെ കുറച്ചു മുമ്പാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ നടന്നത്. മദ്രസയുടെ മുമ്പിൽ ഒരു സെൻട്രൽ ഓപ്പൺ ഏരിയ ഉണ്ട്. കുവത്തുൽ ഇസ്ലാം മോസ്കിന്റെ സദേൺ പാർട്ടിലാണ് ഈ മദ്രസ സ്ഥിതി ചെയ്യുന്നത്. അന്നത്തെ കാലത്തെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഗ്രേ കോർട്ടിസൈറ്റ് സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് ഇത് ബിൽഡ് ചെയ്തത്. ഇതിന്റെ കൺസ്ട്രക്ഷനിൽ മാർബിളോ വേറെ പ്രഷ്യസ് ആയിട്ടുള്ള അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. 15 to 20 റൂംസ് ഉണ്ടായിരുന്നു ഈ മദ്രസയ്ക്ക് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനും റെസ്റ്റ് ചെയ്യാനും ഇവിടുത്തെ ടീച്ചേഴ്സ് താമസിക്കാനും ഒക്കെ ആയിട്ടായിരുന്നു ആ റൂംസ് യൂസ് ചെയ്തത്. ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പോയതുകൊണ്ട് തന്നെ കറക്റ്റ് കൗണ്ട് അവൈലബിൾ അല്ല. എല്ലാ റൂമും കോർട്ട്യാർഡിലേക്ക് ഡയറക്ട്ലി ഓപ്പൺ ആണ്. സെൻട്രൽ കോർട്ട്യാർഡിന്റെ ചുറ്റും ഒരു യു ഷേപ്ഡ് ലേഔട്ടിലാണ് ഈ മദ്രസ ഉള്ളത്. അവിടെ നോർത്തേൺ വെസ്റ്റേൺ വിങ്സിൽ ആണ് ഈ റൂംസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. സദേൺ വിങ്ങിലാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ ടൂം ഉള്ളത്. റൂംസ് ഒക്കെ ഒരേ സൈസിലാണ്. ഇപ്പം എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻഡ് വേയിലാണ് കൺസ്ട്രക്ട് ചെയ്തത്. ഒരു എഡ്യൂക്കേഷണൽ സെറ്റപ്പിന് വേണ്ടി കറക്റ്റായിട്ട് ആ ഒരു പ്രോപ്പർ ഫോർമുലയിൽ കൺസ്ട്രക്ട് ചെയ്ത പോലെയാണ്. 1192 കുത്തബുദ്ദീൻ ഐബക്കാണ് ഇവിടെ ആദ്യം കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുവത്തുൽ ഇസ്ലാം മോസ്ക് ആണ് ഇവിടെ ആദ്യം കൺസ്ട്രക്ട് ചെയ്തത്. അതിന്റെ കൂടെ തന്നെ അദ്ദേഹം കുത്തുബ് മിനാറിന്റെ വർക്കും സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മരുമകനും അടുത്ത സുൽത്താനുമായ ഇൽത്തുമിഷ് ആണ് അതിന്റെ വർക്ക് ബാക്കി ചെയ്തത്. അങ്ങനെ പല കാലഘട്ടങ്ങളിലായിട്ട് അദ്ദേഹത്തിന്റെ കാലശേഷം ഡൽഹി ഭരിച്ചിരുന്ന സുൽത്താൻമാരുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ ഇതിലുണ്ട്. എല്ലാം കൂടിയാണ് ഈ കുത്തുബ് കോംപ്ലക്സ്. അതിന്റെ തൊട്ടടുത്തായിട്ട് ഈ സുൽത്താൻ ഇൽത്തുമിഷിന്റെ ടൂം ഉണ്ട്. എല്ലാ സൈഡിലും 9 മീറ്റർ മെഷർമെന്റ് ഉള്ള ഒരു സ്ക്വയർ സ്ട്രക്ചർ ആണ് ഇതിന്. ഇതിന്റെ ഔട്ടർ പോർഷനിൽ അധികം കാവിങ്സും ഡെക്കറേഷൻസും ഒന്നും ഇല്ലെങ്കിലും ഇതിന്റെ ഇന്നർ പോർഷനിൽ റെഡ് സാൻഡ്സ്റ്റോണിൽ കാവ് ചെയ്ത ജോമെട്രിക്കലും ഫ്ലോറൽ പാറ്റേൺസും അതുപോലെ അറബിക് കാലിഗ്രഫി ഒക്കെ നമുക്ക് കാണാം. ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിലാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. ഇതിന്റെ ടോപ്പ് പോർഷനിൽ ഒരു ഡോം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അതില്ല. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കാരണം നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ വീഡിയോസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. അലാവുദ്ദീൻ ഖിൽജി കുത്തുബ് മിനാറിനേക്കാളും വലിയൊരു മിനാരത്ത് പണിയണം എന്ന് പ്ലാൻ ചെയ്തിരുന്നു. അദ്ദേഹം അതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതിന്റെ ഹൈറ്റ് ഒരു 80 feet ആയപ്പോൾ തന്നെ അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ കാലശേഷം ആരും അതിന്റെ പണി കംപ്ലീറ്റ് ചെയ്തില്ല. ഈ കാണുന്നതാണ് അലൈ മിനാർ. പണി പൂർത്തിയായിട്ടില്ല. ഇതുപോലെ കുത്തുബ് കോംപ്ലക്സിൽ നമ്മൾ വേറെയും ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഡൽഹി മണാലി ട്രിപ്പിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പം തീർച്ചയായും നിങ്ങൾ ഡൽഹി വിസിറ്റ് ചെയ്യുകയാണെങ്കിലും ഇതേക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഡൽഹിയിലെ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.